ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നല്ല ചൂടോടെ മുറുമുറാന്ന് പോപ്കോൺ ചിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോപ്കോൺ ചിപ്സ് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് നമ്മുടെ കടയിലൊക്കെ കിട്ടൂലേ, 10 രൂപയുടെ ചെറിയ പാക്കറ്റായിട്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ പോപ്കോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ 10 രൂപയുടെ 3 പാക്കറ്റ് മാജിക് ബട്ടർ എന്ന് പറഞ്ഞ ഫ്ലേവറാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി കുക്കർ ആദ്യം നല്ലോണം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചൂടായതും നമുക്ക് 3 പാക്കറ്റ് പോപ്കോണും പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ ഒരു മിക്സും ചേർക്കേണ്ടതില്ല. ഇതിനകത്ത് ബട്ടറും മഞ്ഞൾപ്പൊടിയും അവരെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ 3 പാക്കറ്റും ഇവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് ലേശം നല്ലോണം ഒന്ന് ചൂടായി വരുന്നവരേക്കും ഒരു 1.5 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. കുക്കർ അടയ്ക്കേണ്ട, ഇങ്ങനെ തിരിച്ച് വെച്ചാണ് അടച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ലേശം 1-2 ആയിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ കുക്കർ ഒന്ന് കുലുക്കി കൊടുക്കണം. കാരണം പോപ്കോൺ എല്ലാം പൊട്ടി കഴിയുമ്പോൾ ഈ പൊട്ടാത്ത വിത്തുകൾ പോപ്കോണിൻ്റെ മുകളിലായിട്ട് വന്നു കഴിഞ്ഞാൽ പൊട്ടുകയില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുലുക്കി കൊടുക്കുമ്പോൾ അതെല്ലാം താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ പോപ്കോൺ സീഡും നല്ലോണം പൊട്ടി നമുക്ക് നല്ല അടിപൊളി ചോളാപ്പരി കിട്ടും. അപ്പോൾ കുലുക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ പോപ്കോൺ സീഡും പൊട്ടി തീർന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മളിങ്ങനെ കുലുക്കുമ്പോൾ അത് കിലുങ്ങുന്ന സൗണ്ട് കേൾക്കുമല്ലോ. അങ്ങനെ കിലുങ്ങുന്ന സൗണ്ട് കേട്ടില്ലെങ്കിൽ എല്ലാ ഇതും പോപ്കോൺ ആയി എന്നാണ് അർത്ഥം. എല്ലാ വിത്തും പോപ്കോൺ ആയി എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചോളാപ്പൊരി നല്ല ചൂടായിട്ട് നല്ല കറുമുറാന്ന് തിന്നുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ബായ്.